ഹായ് ഓൾ, ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് ആണ്. ഓവർഹെഡ് എന്താണെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇതിൻ്റെ ഒരു അഗ്രിഗേറ്റ് ആണ് ഓവർഹെഡ്. ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ് ചെയ്യുന്നതിന് അലൗഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ഓവർഹെഡും അതുപോലെ ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. മറ്റൊരു വേർഡ്സിൽ പറഞ്ഞാൽ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ഈസ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് എന്നും ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് എന്നും ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് കാണാനുള്ള ഫോർമുലയാണ് താഴെ തന്നിരിക്കുന്നത്. ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റ് പെർ അവർ മൈനസ് ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ് ഓർ സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റ് പെർ അവർ മൈനസ് ആക്ച്വൽ ഓവർഹെഡ് കോസ്റ്റ്. ഇനി ഒരു ഓവർഹെഡ് വേരിയൻസ് മെഷർ ചെയ്യുന്നതിന് സർട്ടൻ എസെൻഷ്യൽ ടേംസ് ഉണ്ട്. അതാണ് താഴെ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ബഡ്ജറ്റഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് ആണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റേറ്റ് പെർ അവർ കാണാൻ ബഡ്ജറ്റഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് അവർ. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫോർ ആക്ച്വൽ ടൈം കണ്ടുപിടിക്കാൻ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് divided by budgeted hours into actual hour. Standard hour for actual output is equal to budgeted hours divided by budgeted output into actual output. അപ്പോൾ വേരിയബിൾ ഓവർഹെഡ് വേരിയൻസിനെ നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസും വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ഓർ വേരിയബിൾ ഓവർഹെഡ് ബഡ്ജറ്റ് വേരിയൻസ്. തേർഡ് വൺ ഈസ് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്. ഫസ്റ്റ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്താണെന്ന് വെച്ചാൽ ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡും അതുപോലെ ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡും തമ്മിൽ ഡിഫറൻസ് ആണ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ്. ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് or standard hour for actual output into standard variable overhead rate per hour minus actual variable overhead. സെക്കൻഡ് വൺ തന്നെ വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. ഇതെന്ന് പറയുന്നത് ദ ആക്ച്വൽ അവേഴ്സ് വർക്ക് ചെയ്യുന്നതിന് അലൗഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡും ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡും തമ്മിൽ ഡിഫറൻസ് ആണ് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് താഴെ പറയുന്ന ഫോർമുല യൂസ് ചെയ്താണ്. ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ അവർ മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് ഓർ ആക്ച്വൽ അവേഴ്സ് into standard variable overhead rate per hour minus actual variable overhead rate per hour. തേർഡ് വൺ വന്ന് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് ആണ്. ഈ ഒരു വേരിയൻസ് അറൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ആക്ച്വൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നും റിക്കവർ ചെയ്തിട്ടുള്ള വേരിയബിൾ ഓവർഹെഡും അതുപോലെ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് ഫോർ ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത്. ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ താഴെ പറയുന്ന ഫോർമുല യൂസ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ അവർ മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ അവർ ഓർ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് റേറ്റ് പെർ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് ആക്ച്വൽ അവർ. ഇനി നമ്മളൊരു പ്രോബ്ലമാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ്. ഇതിൽ വേരിയബിൾ ബഡ്ജറ്റഡും ആക്ച്വലും തന്നിട്ടുണ്ട്. വേരിയബിൾ ഓവർഹെഡ് 2,50,000, ആക്ച്വൽ റുപ്പീസ് 2,60,000, ഔട്ട്പുട്ട് ഇൻ യൂണിറ്റ്സ് ബഡ്ജറ്റഡിൽ 25,000ഉം ആക്ച്വൽ 20,000, വർക്കിംഗ് അവേഴ്സ് ബഡ്ജറ്റഡ് 1,25,000, ആക്ച്വൽ 1,10,000. ഇതിൽ വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ്റെ അകത്ത്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം തന്നെയാണ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. അത് എന്ന് പറയുന്നത് ഇപ്പോൾ
വേരിയബിൾ ഓവർ ഹെഡ് എത്രയാണ് തന്നിട്ടുണ്ട്? 2,50,000. എത്ര യൂണിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്? 25,000. അത് 2,50,000 ഡിവൈഡ് ബൈ 25,000 ചെയ്യുമ്പോൾ 10 കിട്ടും. സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് പെർ അവർ തരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ബഡ്ജറ്റഡ് ആയിട്ടുള്ള വേരിയബിൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ 2,50,000. അതുപോലെ വർക്കിംഗ് അവേഴ്സ് 1,25,000 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് പെർ അവർ കാണാൻ 2,50,000 ഡിവൈഡഡ് ബൈ 1,25,000 കാണുമ്പോൾ 2 കിട്ടും. ടൈം അലൗഡ് ഫോർ പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കാണാൻ വർക്കിംഗ് അവേഴ്സ് എത്രയാണ് തന്നിട്ടുണ്ട്? 1,25,000. ടോട്ടൽ ഇൻപുട്ട് 25,000. അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 5 അവേഴ്സ് കിട്ടും. അതാണ് ടൈം അലൗഡ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഇനി നമ്മൾ കാണുന്ന വേരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ്. അത് കാണാനുള്ള ഫോർമുല സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു ആക്ച്വൽ അവർ മൈനസ് ആക്ച്വൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 2,50,000 സ്റ്റാൻഡേർഡ് അവർ എന്ന് പറഞ്ഞാൽ 1,25,000. അതാണ്. അതിനുശേഷം നമ്മൾ ആക്ച്വൽ അവർ എത്രയാണെന്ന് ഇൻറ്റു ചെയ്ത് കാണിക്കുക. അതായത് 1,10,000 മൈനസ് ആക്ച്വൽ എക്സ്പെൻസ് 2,60,000. അപ്പോൾ 40,000 അഡ്വേഴ്സായിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. ഇതിൽ വേരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു ആക്ച്വൽ അവർ മൈനസ് ആക്ച്വൽ എക്സ്പെൻസ്. ഇനി നമ്മൾ കാണുന്ന വേരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വേരിയൻസ് ആണ്. അതിനുള്ള ഫോർമുല സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ. ഇവിടെ 20,000 ഔട്ട്പുട്ട്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പം അത് ഇൻറ്റു 5 എത്രയാണ്? 5 എന്ന് പറയുന്നത് ദ ടൈം അലൗഡ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടാണ്. ഇൻറ്റു 5 ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ കമ്പ്യൂട്ട് ചെയ്ത് അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ 20,000 അഡ്വേഴ്സ് വരും. ഈ ടോട്ടൽ വേരിയബിൾ ഓവർ ഹെഡ് വേരിയൻസ് എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് മൈനസ് ആക്ച്വൽ ഓവർ ഹെഡ്. ഈ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 20,000 സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റ് 10. അത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ച്വൽ ഓവർ ഹെഡ് സബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 60,000 അഡ്വേഴ്സ് കിട്ടും. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ പ്രോബ്ലത്തിൽ വേരിയബിൾ ഓവർ ഹെഡ് വേരിയൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ വേരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസും അതുപോലെ വേരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വേരിയൻസും പിന്നെ ടോട്ടൽ വേരിയബിൾ ഓവർ ഹെഡ് വേരിയൻസ് ഇതെല്ലാം കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്.